ചക്കവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അണക്കര ടൗണിലെ ഗതാഗത പരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. പഞ്ചായത്ത്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. അണക്കര ടൗണിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വാഹന തിരക്കും പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ഇവിടെ എത്തുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. മൂന്നാർ കുമളി സംസ്ഥാന പാതയിലെ വിനോദസഞ്ചാരികളുടെ തിരക്കും ടൗണിലെ ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് ഹോമിയോ ആശുപത്രിയിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന ഇടുങ്ങിയ പാതയിലെ ഗുഡ്സ് വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം കൂടുതൽ അസൗകര്യം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് ബദൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി അധ്യക്ഷത വഹിച്ചു. പൊതുവായ വികസനം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടൗണിൽ വളരെയധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. കാരണം നിലവിലുള്ള വണ്ടികളുടെ എണ്ണം കൂടിയതിനാലും പാർക്കിംഗ് സൗകര്യം വളരെ കുറവായതിനാലും നിലവിലുള്ള ഗുഡ്സ് വെഹിക്കിൾ പാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മുടെ പെട്രോൾ പമ്പിന്റെ സൈഡിലേക്ക് BWയുടെ അനുവാദത്തോടെ അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഗുഡ്സ് വെഹിക്കിളിന് ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ഒരു തീരുമാനം പൊതുവെ എല്ലാ പ്രതിനിധികളുടെയും ഒരു തീരുമാനമായിട്ട് അത് എടുത്തിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു നടപ്പിലാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനർ വണ്ടൻമേട് പോലീസ് ഇൻസ്പെക്ടറുമാണ്. വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയ്ക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയൻ കുഴിക്കാട്ട്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, റവന്യൂ, പൊതുമരാമത്ത് വകുപ്പ്, പഞ്ചായത്ത് സെക്രട്ടറി, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.